ഇത്രയൊക്കെ കാണിച്ചു കൂട്ടാൻ കൈലാഷിന് എവിടുന്ന ധൈര്യം കിട്ടുന്നത്? പെൺകുട്ടികളുടെ ഹോസ്റ്റലിലെ രാത്രി അതിക്രമിച്ച് കയറി തല്ലിപ്പൊളിക്കുമെന്നൊക്കെ പറഞ്ഞ ഇതൊക്കെ കയ്യിലെ കാശിന്റെ അഹങ്കാരമാണ്. അവനെ ആരും ചോദ്യം ചെയ്യില്ല എന്ന ഉറപ്പ് അവനുണ്ട്. മാഡത്തിന്റെ കൺമുമ്പില് കൈലാഷ് ഇത്രയൊക്കെ തോന്നിയസം കാണിച്ചിട്ടും മാഡം കൈയും കെട്ടി നോക്കി നിന്നു അല്ലേ? മാഡം എന്തുകൊണ്ട് കൈലാഷിനെതിരെ പോലീസിൽ പരാതി കൊടുക്കാത്തത്? മാഡത്തിനെ വിശ്വസിച്ച് രക്ഷിതാക്കൾ എങ്ങനെയാ ഹോസ്റ്റലിലേക്ക് മക്കളെ പറഞ്ഞയക്കുക? മാഡം വളരെ സ്ട്രിക്റ്റ് ആണെന്ന് പാറു എന്നോട് പറഞ്ഞിരുന്നു. കുട്ടികളുടെ അടുത്ത് കാണിക്കുന്ന ഈ ധൈര്യം അവനെ പോലെയുള്ള അലവലാദികളുടെ അടുത്ത് മാഡത്തിന് കാണിച്ചൂടെ? അവിടെയുള്ള പെൺകുട്ടികളുടെ സുരക്ഷിതത്വം എന്റെ ഉത്തരവാദിത്വമാണ്. അത് ഞാൻ കൃത്യമായി പാലിക്കും. എന്നിട്ടാണോ ഇത്രയൊക്കെ സംഭവിച്ചത്? ഹോസ്റ്റലിൽ കയറി ഇത്രയും പരാക്രമം കാണിച്ച അവൻ പുറത്തെവിടെങ്കിലും വെച്ച് പാറുവിനെ ഉപദ്രവിക്കില്ല എന്ന് എന്തുറപ്പാ മാഡത്തിനുള്ളത്? അപ്പോഴും നിങ്ങൾ ഇങ്ങനെ മിണ്ടാതിരിക്കുവോ? ശോഭ എന്തൊക്കെയാണ് ചിന്തിച്ചു കൂട്ടുന്നത്? കൈലാഷ് അങ്ങനെ ഒരാളല്ല. ഞാനും ഇതുവരെ അങ്ങനെയൊക്കെ തന്നെ കരുതിയത്. പക്ഷേ ഇപ്പോഴല്ലേ അവന്റെ തനിനിറം പുറത്തു വന്നത്. ഹോസ്റ്റലിൽ വെച്ച് ഓരോ സാധനങ്ങളും അടിച്ച് നശിപ്പിച്ചപ്പോഴും എന്റെ മരുമകളെ മകനെയാണ് അവൻ സങ്കല്പിച്ചത്. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും കൈയും കെട്ടി നോക്കി നിൽക്കാൻ എനിക്ക് പറ്റില്ല. പാറു ഇനി ആ ഹോസ്റ്റലിൽ താമസിക്കണ്ട. അവൻ ഞങ്ങളുടെ കൂടെ ഇവിടെ നിൽക്കട്ടെ. നിങ്ങൾക്കല്ലേ കൈലാഷിനെതിരെ നടപടിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളൂ. ഞാൻ പാറുവിനെയും കൂട്ടി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കൈലാഷിനെതിരെ വധശ്രമത്തിന് കേസ് കൊടുക്കും. ഈ നാട്ടില് നിയമം കോടതിയെല്ലാം വിലക്ക് വാങ്ങാന്ന് കരുതി അഹങ്കരിക്കുന്ന അവനെ ഞാനൊരു പാഠം പഠിപ്പിക്കും. പ്രിയ, നീ ഒരു ഓട്ടോ വിളിക്കേ. ഇപ്പൊ തന്നെ നമുക്ക് സ്റ്റേഷനിലേക്ക് പോവാം. അമ്മേ, ആദ്യം മാഡം എന്താ പറയാൻ വന്നെന്ന് ക്ഷമയോടെ കേൾക്ക്. എന്തിനാ ആവശ്യമില്ലാതെ ദേഷ്യപ്പെടുന്നത്? ആവശ്യമില്ലാതെയാണോ ഞാൻ ദേഷ്യപ്പെടുന്നത്? ശരിക്കും പറഞ്ഞാ ദേഷ്യം വരേണ്ടത് നിനക്കും ഇവൾക്കുമാണ്. നിങ്ങളൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് ഞാൻ പ്രതികരിക്കാൻ തീരുമാനിച്ചത്. നീ എന്റെ കൂടെ സ്റ്റേഷനിലേക്ക് വരുന്നുണ്ടോ ഇല്ലയോ അത് മാത്രം പറഞ്ഞാ മതി. ഒരു 5 മിനിറ്റ് ഞാൻ പറയുന്നതൊന്ന് കേക്കൂ. അതിനുശേഷം ശോഭ എന്ത് തീരുമാനം എടുക്കുവാണെങ്കിലും ഞാൻ തടുക്കില്ല. അതിന് മാത്രം എന്താ മാഡത്തിന് പറയാനുള്ളത്? കേക്കട്ടെ. ശോഭയുടെ ദേഷ്യത്തിനൊരു ന്യായമുണ്ട്. കൈലാഷ് ചെയ്തത് മാപ്പർഹിക്കാത്ത തെറ്റാണ്. ആ വിഷയത്തിൽ ആർക്കും ഒരു തർക്കവും ഇല്ല. പക്ഷേ അവൻ നല്ലൊരു മനുഷ്യനാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ? പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ അവന്റെ നിയന്ത്രണം വിട്ട് എന്തൊക്കെയോ ചെയ്തു പോയി. പാറുവിനോട് തോന്നിയ ഇഷ്ടത്തിന്റെ പുറത്താ അവൻ ഇതെല്ലാം ചെയ്തു പോയത്. അതിന് നിങ്ങൾ ശരിക്കും ശിക്ഷിക്കേണ്ടത് എന്നെയാണ്. അവനെ പോലൊരു വഷളന് വേണ്ടി മാഡം എന്തിനാ കുറ്റം അയക്കുന്നത്? അവൻ നിങ്ങളുടെ ആരാ? കൈലാഷിന്റെ മോൻ. എന്റെ മോനെ പോലെയാ. പാറുവിനെ അവനെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ അവനെ സഹായിക്കാന്ന് വാക്ക് കൊടുത്തതാ. പ്രിയനും പാറുവും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അവന്റെ മനസ്സിൽ അങ്ങനെ തെറ്റായ ഒരു പ്രതീക്ഷ ഉണ്ടായതുകൊണ്ടാ ഈ പ്രശ്നം ഇത്രയും വഷളായത്. അവനിപ്പോ മാനസികമായി തകർന്നിരിക്കുക. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അവന് നമ്മുടെ സപ്പോർട്ടാണ് വേണ്ടത്. അവനെ പഴയതുപോലെ നോർമൽ ആക്കണമെങ്കിൽ പാറു വിചാരിക്കണം. അവനെ കുറച്ചെങ്കിലും നിയന്ത്രിക്കാൻ പറ്റുന്നത് പാറുവിന് മാത്ര. പതുക്കെ പതുക്കെ ശരിയും തെറ്റും പറഞ്ഞ് മനസ്സിലാക്കി അവനെ നമുക്ക് നേർവഴിക്ക് കൊണ്ടുവരാൻ പറ്റും. പാറുവിനെയും പ്രീനെയും എങ്ങനെയെങ്കിലും എനിക്ക് വേണ്ടി ശോഭ കമ്പനിയിലേക്ക് പറഞ്ഞയക്കണം. മാഡത്തിന് ഇതെങ്ങനെ എന്നോട് ചോദിക്കാൻ തോന്നുന്നത്? കൈലാഷ് ചെയ്തതെല്ലാം മാഡം കണ്ടതല്ലേ? ഇത്രയൊക്കെ നടന്നതിന് ശേഷം ഞാൻ എങ്ങനെ ഇവരെ കമ്പനിയിലേക്ക് പറഞ്ഞയക്കുക? അമ്മേ, മാഡം ഒന്ന് പറഞ്ഞു തീർക്കട്ടെ. നീയും പാറു ആ കമ്പനിയിലെ ജോലിക്ക് പോകരുതെന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇനി ആ വിഷയത്തിൽ ഒന്നും സംസാരിക്കാനില്ല. എന്റെ മകനെയും മരുമകളെയും ബഹുമാനിക്കാത്തവരുടെ അടുത്ത് ഞാൻ അവരെ ജോലിക്ക് വിടില്ല. ആ കാര്യത്തില്
ഇനി സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. വേറൊന്നും സംസാരിക്കാനില്ലെങ്കിൽ മാഡം പോയിക്കോളൂ. അമ്മ എന്താ ഈ പറയുന്നേ? നീ മിണ്ടരുത്. ഞാൻ ഒരു തീരുമാനം എടുത്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് കൈലാഷിനെ നന്നായി അറിയില്ലേ? കാശിന്റെ അഹങ്കാരം കാണിക്കുന്ന ഒരാളാണ് അവനെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവൻ നിങ്ങളെ എത്രമാത്രം സഹായിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? അങ്ങനൊരാളെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കൈവിടുന്നത് ശരിയാണോ? ഈ ഒരു തെറ്റ് ചെയ്തതിന്റെ പേരില് നിങ്ങൾ അവനെ അകറ്റി നിർത്തരുത്. നിങ്ങൾ കമ്പനിയിൽ പോകാതിരിക്കുകയും ചെയ്യരുത്. അതവനെ മാനസികമായി തകർക്കും. കൈലാഷ് സാറിന്റെ മനസ്സ് വിഷമിപ്പിക്കുന്നതിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ പണ്ടേ എല്ലാ സത്യവും തുറന്നു പറഞ്ഞേനെ. അദ്ദേഹത്തോടുള്ള ബഹുമാനവും സ്നേഹവും കാരണം സത്യം മറയ്ക്കാൻ ശ്രമിച്ചത്. കൈലാഷ് സാർ ഞങ്ങൾക്ക് ദൈവത്തെ പോലെ. അദ്ദേഹത്തിന് ഞങ്ങൾ കാരണം ഒരു പ്രശ്നം ഉണ്ടാവരുതെന്ന് കരുതിയ ഞങ്ങള് കമ്പനിയിലേക്ക് പോകണ്ടെന്ന് തീരുമാനിച്ചത്. നിങ്ങളെപ്പോലെ കൈലാഷിന്റെ ജീവിതവും മുന്നോട്ട് പോകണ്ടേ? നിന്നെ മറക്കാൻ പറ്റാതെ കൈലാഷ് അവന്റെ ജീവിതം നശിപ്പിച്ചാലോ? അത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പറ്റോ? നിങ്ങളെ കൈലാഷ് ദ്രോഹികളായിട്ടാ കാണുന്നത്. അവന്റെ ആ അഭിപ്രായം മാറ്റണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? നിങ്ങളോട് പകരം വീട്ടാൻ വേണ്ടി കൈലാഷ് അവന്റെ ജീവിതം നശിപ്പിക്കരുത്. അവൻ ചെയ്തതിലെ തെറ്റ് മനസ്സിലാക്കിപ്പിച്ച് അവനെ നേർവഴിക്ക് കൊണ്ടുവരണം. കൈലാഷിനെ ഈ അവസ്ഥയിൽ കൈയൊഴിയരുത്. അവനെ സഹായിക്കാൻ നിങ്ങൾക്ക് പറ്റൂ. ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ കാല് പിടിക്കാം. മാഡം, മാഡം എന്താ ഈ ചെയ്യുന്നത്? മാഡത്തിന് ഞങ്ങൾ കമ്പനിയിൽ ജോലിക്ക് പോയ പോരെ? ഞങ്ങൾ പോവാം. എടാ, ഇവര് പറയുന്ന കേട്ട് നീ വീണ്ടും അങ്ങോട്ട് പോയാ കൈലാഷ് നിന്നെ ദ്രോഹിക്കുകയുള്ളൂ. ഇല്ലമ്മേ, അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. കൈലാഷ് സാറിനോട് എനിക്കും പാറുവിനും ഒരുപാട് കടപ്പാടുണ്ട്. അദ്ദേഹത്തെ ഒറ്റയ്ക്കാക്കുന്നത് ശരിയല്ല. ഞങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സ് മാറ്റും. ഞങ്ങളുടെ കല്യാണം കൈലാഷ് സാർ തന്നെ മുന്നിൽ നിന്ന് നടത്തിത്തരും. എനിക്ക് ഉറപ്പാ. അമ്മ എന്നെ തടുക്കരുത്.